രാവിലെ തൻ്റെ വയലുകൾ തീയിൽ കരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ജോർജ് കരഞ്ഞ കണ്ണുകളോടെ വളരെ സങ്കടപ്പെട്ടു. അയാൾ ആകെ തകർന്നു പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും അയാൾക്ക് ഒരു പരിഹാരവും ആലോചിക്കാൻ കഴിഞ്ഞില്ല. പശുവിന് ഭക്ഷണം നൽകാതെ പട്ടിണിയിലായി. പശുവിന് ഭക്ഷണം നൽകിയില്ലെങ്കിൽ അത് അസുഖം ബാധിച്ച് ചത്തുപോകുമെന്ന് അയാൾ ചിന്തിച്ചു. എത്രയും പെട്ടെന്ന് വിൽക്കുന്നതാണ് നല്ലതെന്ന് അയാൾ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ പശുവിനോടൊപ്പം അതിനെ വിൽക്കാൻ തൻ്റെ കയ്യിലുള്ള കുറച്ച് വെള്ളി നാണയങ്ങളുമായി ജോർജ് ചന്തയിലേക്ക് പുറപ്പെട്ടു. ചന്തയിലേക്ക് പോകും വഴി ഏതെങ്കിലും കൊള്ളക്കാർ തന്നെ ആക്രമിച്ചാൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുമെന്ന് അയാൾ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ച് തൻ്റെ കയ്യിലുള്ള 10 വെള്ളി നാണയങ്ങളും പശുവിൻ്റെ കഴുത്തിലെ കോളറിൽ ഒളിപ്പിച്ചു വെച്ചു. നടന്ന് ക്ഷീണിച്ചപ്പോൾ പശുവിനെ ഒരു സത്രത്തിൻ്റെ പുറത്ത് കെട്ടിയിട്ട് ജോർജ് വിശ്രമിക്കാനായി സത്രത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ പെട്ടെന്ന് പശുവിൻ്റെ കോളറിൽ നിന്നും വെള്ളി നാണയം ഉരുണ്ട് താഴേക്ക് വീണു. ഇത് സത്രത്തിൻ്റെ ഉടമ കണ്ടു. അയാൾ ആശ്ചര്യപ്പെട്ടു. പശുവിൻ്റെ കോളറിൽ നിന്നും വെള്ളി നാണയം വീഴണമെങ്കിൽ ഇതൊരു മാന്ത്രിക പശു ആയിരിക്കും എന്നയാൾ ചിന്തിച്ചു. അയാൾ അത്യാഗ്രഹിച്ചു. ജോർജിനെ സമീപിച്ചു. അയാൾ പശുവിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ചന്തയിൽ വിൽക്കാൻ പോകുകയാണെന്ന് ജോർജ് അയാളോട് പറഞ്ഞു. ഇത് കേട്ട് അയാൾക്ക് വീണ്ടും അത്യാഗ്രഹമായി. പാവം കർഷകൻ, ഇയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇതൊരു മാന്ത്രിക പശുവാണെന്ന്. അറിയാമെങ്കിൽ ഇയാൾ ഈ പശുവിനെ വിൽക്കുമോ? അയാൾ ചിന്തിച്ചു. അങ്ങനെ ആ അത്യാഗ്രഹി ഒരു പൊതി നിറയെ വെള്ളി നാണയങ്ങൾ കൊടുത്ത് പശുവിനെ ജോർജിൽ നിന്നും വാങ്ങിച്ചു. ഈ വെള്ളി നാണയങ്ങൾ കൊടുത്ത് തനിക്ക് കുറേ പശുക്കളെ വാങ്ങാം, അവയ്ക്ക് ഭക്ഷണവും നൽകാൻ സാധിക്കുമെന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ജോർജ് ചിന്തിച്ചു. അപ്പോൾ തന്നെ അവനെ കളിയാക്കാൻ ലൂയിസും ഹാരിയും അവൻ്റെ വീട്ടിലെത്തി. എന്നാൽ ജോർജിനു മുന്നിൽ ധാരാളം വെള്ളി നാണയങ്ങൾ അവർ കണ്ടു. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വെള്ളി നാണയങ്ങൾ എവിടെ നിന്നാണെന്ന് അവർ ചോദിച്ചു. തൻ്റെ പശുവിനെ വിറ്റപ്പോൾ തനിക്കൊരു പൊതി വെള്ളി നാണയം കിട്ടിയെന്നും ദൈവാനുഗ്രഹത്താൽ ഇത് കൊടുത്ത് തനിക്ക് കുറേ പശുക്കളെ മേടിക്കാമെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്നും ജോർജ് അവരോട് പറഞ്ഞു. ഇത് കേട്ട് ഹാരിയും ലൂയിസും അവരുടെ പദ്ധതികൾ പരാജയപ്പെട്ടതായി മനസ്സിലാക്കി. അവർ വളരെയധികം പദ്ധതിയിട്ടെങ്കിലും ഒന്നും നടന്നില്ല. ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ മറ്റൊരാളെ ദ്രോഹിക്കുന്നത് കൊണ്ട് ഒന്നും നേടാനാവില്ല.